ഓക്സ്ഫോർഡ് അക്കാദമി ട്യൂഷൻ ഫോർ SSLC 9th സ്റ്റാൻഡേർഡ് റെഗുലർ ആൻഡ് ഹോളിഡേ ബാച്ചസ്. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി. ഹലോ ചങ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മെരൂഫ്. മക്കളെ, 10ാം ക്ലാസ്സുകാർക്ക് ഇംഗ്ലീഷിൽ കൂടുതലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് പോയട്രിയുടെ അപ്രിസിയേഷൻ, അതായത് കവിതകളുടെ അപ്രിസിയേഷൻ. ഇപ്രാവശ്യം നിങ്ങൾക്ക് 2 കവിതകളാണ് വരാൻ സാധ്യത കൂടുതലുള്ളത്. ഒന്ന് ബല്ലഡ് ഓഫ് ഫാദർ ഗില്ലിഗനും അതേപോലെ തന്നെ പാബ്ലോ നെരൂദയുടെ പോയട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോമും അല്ലേ. അപ്പോൾ ബല്ലഡ് ഓഫ് ഫാദർ ഗില്ലിഗന്റെ അപ്രിസിയേഷൻ ഓൾറെഡി നമ്മൾ തന്നു കഴിഞ്ഞു. ഇനി നമ്മൾ തരാൻ പോകുന്നത് പോയട്രിയുടേതാണ്. അപ്പം ഈ വീഡിയോ എന്തായാലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഏത് വരുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതും പഠിക്കുക അതും പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ് കിടക്കാം. പാബ്ലോ നെരൂദ തന്റെ പോയറ്റിക് എക്സ്പീരിയൻസിലെ താൻ ഒരു കവിയായിട്ട് തന്നിൽ ക്രിയേറ്റിവിറ്റി എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറയുന്ന ഒരു കവിതയാണ് പോയട്രി. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിന്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടണമെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കാണുക. ഇപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് അപ്രിസിയേഷൻ മാത്രമാണ് പറയുന്നത്. അപ്പം അതിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ എങ്ങനെയാണ് കവിത തന്നെ തേടി വന്നത്, താൻ എങ്ങനെയാണ് ഒരു കവിയായത് എന്നങ്ങോട്ട് അദ്ദേഹം പറയാണ് അല്ലേ. അപ്പോൾ ഈ അപ്രിസിയേഷൻ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു ഹെഡിങ് കൊടുക്കണം. ഇവിടെ ഞാൻ ദ വിങ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ട്, അതായത് സർഗാത്മകതയുടെ ചിറകുകൾ എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി ടൈറ്റിൽ കൊടുത്തത്. ഇങ്ങനെ ടൈറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ കോപ്പി അടിക്കാം. ഇനി അതല്ലെങ്കിൽ പോയട്രി എന്ന് എഴുതിയാലും മതി. പോയട്രി ബൈ പാബ്ലോ നെരൂദ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ലൈനിൽ നമ്മൾ എപ്പോഴും അപ്രിസിയേഷനിൽ പറയുന്ന പോലെ കവിയെ പരിചയപ്പെടുത്തണം, പിന്നെ കവിതയുടെ തീം പരിചയപ്പെടുത്തണം, പിന്നെ അടുത്ത പാരഗ്രാഫിലായിട്ട് നമുക്ക് തന്നിട്ടുള്ള വരികളുടെ അർത്ഥങ്ങൾ എഴുതണം. അവസാനം ഈ കവിതയിൽ കവി ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവേഴ്സുകളായിട്ടുള്ള സിമിലി, മെറ്റഫർ, വിഷ്വൽ ഇമേജ്, ഇങ്ങനെയൊക്കെയുള്ള തേങ്ങ മാങ്ങ എല്ലാ സാധനങ്ങളും എഴുതണം. അങ്ങനെ ഒരു 3 പാരഗ്രാഫ് എങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് കവിതയുടെ അപ്രിസിയേഷന്റെ ഫുൾ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം മക്കളെ. ദ പോയട്രി ഈസ് എ വെൽ നോൺ പോയം റിട്ടൺ ബൈ ദ ചിലിയൻ പോയറ്റ് പാബ്ലോ നെരൂദ. അപ്പോൾ ഒരു ചിലിയൻ കവിയായിട്ടുള്ള പാബ്ലോ നെരൂദ എഴുതിയിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയാണ് നമ്മുടെ പോയട്രി അല്ലേ. ദെൻ ഓക്കെ, എന്നാ ദ പോയം ഡീൽസ് വിത്ത് എന്ന് പറഞ്ഞ കവിതയുടെ തീം തുടങ്ങാണ്. കവിത കൈകാര്യം ചെയ്യുന്നത് എന്താ തീം? ദ എക്സ്റ്റാറ്റിക് എക്സ്പീരിയൻസ് ഓഫ് ദ പോയറ്റ് എംബ്രേസ്ഡ് ബൈ ദ പോയറ്റിക് ക്രിയേറ്റിവിറ്റി. തന്നിലേക്ക് സർഗാത്മകത പോയറ്റിക് ക്രിയേറ്റിവിറ്റിയിലെ ആ ഒരു എഴുതാനുള്ള ആ ഒരു കഴിവ്, ആ ഒരു സർഗാത്മകത കടന്നു വന്ന ആ ഒരു എക്സ്റ്റാറ്റിക് എക്സ്പീരിയൻസ്, ആ ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള, വളരെ ഉന്നതമായിട്ടുള്ള, ആ ഒരു അനന്തകരമായിട്ടുള്ള ആ ഒരു എന്താ പറയുക അനുഭവമാണ് കവിതയിലൂടെ നമുക്ക് വിവരിക്കുന്നത്. അപ്പൊ കവി ഭയങ്കര ത്രില്ലിലാണ് ഈ കവിത എഴുതുന്നത്. ഞാനൊരു കവിയായി മാറിയേ എന്ന് പറഞ്ഞിട്ടില്ലേ, ഞാനിങ്ങനെ ഒന്നുമില്ലാതെ ഇങ്ങനെ തെക്ക് വടക്ക് തെണ്ടി നടക്കുന്ന സമയത്താണ് കവിത എന്നിലേക്ക് വരുന്നത്. പിന്നെ ഐ ഹാവ് എൻ ഐഡന്റിറ്റി അല്ലേ, എനിക്കൊരു ഐഡന്റിറ്റി, ഐ ഹാവ് എ ഫേസ് അല്ലേ, എനിക്കൊരു മുഖം കിട്ടി, ഞാനൊരു സംഭവമായി, എനിക്ക് ലോകങ്ങൾ മുഴുവൻ എന്നിൽ തുറക്കപ്പെട്ടു, സ്വർഗ്ഗങ്ങൾ ഞാൻ കണ്ടു, ഞാൻ നക്ഷത്രങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ കണ്ട് തള്ളി മറിക്കുകയാണ്. ഇയാളെ എവിടെയോ എത്തിക്കുകയാണ് ഇയാളിലെ കവിതയും ഇയാളെയും ടോപ്പിലാക്കിക്കൊണ്ട് ഇയാൾ എഴുതുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്ന കവിതയുടെ തീം എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു എക്സ്റ്റേസിയാണ് ഇതിൽ പറയുന്നത് അല്ലെ, ഒരു ആനന്ദം, പരമാനന്ദം അല്ലെ. കവിത അയാളിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു പരമാനന്ദമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. Then okay, throughout the poem, ഈ ഒരു കവിതയിലുടനീളം എന്താണ്, the poet personifies the poetry as a human being. ഈ കവിതയിൽ മുഴുവൻ കവിതയെ ഒരു മനുഷ്യനായിട്ടാണ് ഇയാൾ ചിത്രീകരിക്കുന്നത്. ഒരു പേഴ്സോണിഫിക്കേഷൻ ആണ് കവിതയിൽ മൊത്തം നടത്തുന്നത്. അതായത് കവിത ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്ത്രീയാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യ പുരുഷനാണ്. എന്നിരുന്നു ഈ കവിത, ഞാൻ കവിത എഴുതാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മെനക്കെട്ടൊന്നുമല്ല, കവിത എന്നെ തേടി ഇങ്ങോട്ടേക്ക് വന്നാണ്. പാബ്ലോ നെരൂദ, ഇങ്ങോട്ട് വാ മോനെ. ഇയാളുടെ പാബ്ലോ നെരൂദ എന്നല്ല, കവി ആയതിനു ശേഷമാണ് ഇയാൾക്ക് പാബ്ലോ നെരൂദ എന്ന പേര് വന്നത്. അതിന് മുന്നേ നെഫ്താലി റിക്കോൾഡോസ് ഒക്കെ പറഞ്ഞിട്ട് കുറെ വലിയ പേരാണ്. എന്തായാലും മോനെ നെഫ്താലി അവിടെ നിൽക്ക്, എന്താണ് നമ്മളാണ് കവിതയാണ്, ഇജി നമ്മളങ്ങോട്ട് എഴുതിക്കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ തേടി വന്നതാണെന്നാണ് പറയുന്നത്. വാർച്ചോന്നറിയാം, എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ്, അറ്റ് ദ വെരി ബിഗിനിങ് ഓഫ് ദ പോയം, നമ്മുടെ ഈ ഒരു കവിത തുടങ്ങുന്ന സമയത്ത് തന്നെ ദ പോയറ്റ് സേസ് ദാറ്റ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് ഹിം അല്ലേ. പോയട്രി തന്നെ തേടി വന്നതാണെന്നാണ് ഇയാൾ പറയുന്നത്. തേടി വരാൻ ഇയാൾ പോയട്രിന്റെ കാമുകനോ അതൊക്കെ. എന്താ, ബട്ട് ഹി ഡിഡ്ന്റ് നോ, പക്ഷെ അയാൾക്ക് അറിയില്ല എന്താണ്, വേർ ഇറ്റ് കെയിം ഫ്രം, ഈ കവിത എവിടെ നിന്നാണ് വന്നത്. അപ്പോൾ എന്താണ്, അമേരിക്ക എന്നാണോ ദുബായിൽ നിന്നാണോ വണ്ടി വിളിച്ചിട്ടാണോ വന്നതെന്നൊന്നും ഇയാൾക്ക് അറിയില്ല. എന്തായാലും കവിത ഇയാളെ തേടി വന്നു എന്ന് ഇയാൾ പറയുന്നുണ്ട്. ദെൻ ഹി വാസ് സമ്മൻഡ് ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് നൈറ്റ്. അപ്പോൾ ഇയാൾക്ക് പറയുന്നത് എന്താ വെച്ചാൽ, രാത്രി എന്തോ തേരാപ്പാര കഞ്ചാവ് അടിച്ചിറക്കുന്ന സമയത്താന്ന് തോന്നുന്നുണ്ട്. എന്താണ്, രാത്രിയുടെ ഏതോ ഒരു ബ്രാഞ്ചസ്, ഏതോ ഒരു യാമത്തിൽ വെച്ചിട്ടാണ് കവിത തന്നിലേക്ക് തേടിയെത്തിയെന്ന് ഇയാൾ പറയുന്നുണ്ട്. സംഭവം കഞ്ചാവനാണ് കേട്ടോ. ഓക്കെ, ഹി സ്റ്റേറ്റ്സ് ദാറ്റ് പോയട്രി ഗേവ് ഹിം an identity. ഇയാൾ പറയുന്നത് ആ കവിത വന്നതിന് ശേഷമാണ് എനിക്കൊരു ഐഡന്റിറ്റി, എനിക്കൊരു മുഖമുണ്ടായത് എന്നാണ് പറയുന്നത്. സംഭവം സത്യമാണ്. അതിന് മുമ്പ് ഇയാൾ ആർക്കും അറിയില്ല ഇനി എവിടെ ധീരാപാരതിൻ്റെ അടക്കുന്ന ചെങ്ങായി ഇനി. പക്ഷെ കവിത എഴുതിയപ്പോൾ ഇപ്പോൾ നമ്മളടക്കം 10ാം ക്ലാസ്സുകാരടക്കം ഇയാളെ കുറിച്ച് പഠിക്കുന്നില്ല. അപ്പോൾ ഇയാൾ ഫേമസ് ആയത് എങ്ങനെയാ, കവിത ഇയാളേക്ക് വന്നതിന് ശേഷമാണ് അല്ലേ. ചില ആൾക്കാർ അങ്ങനെയാണ്. ദെൻ ഓക്കെ, ആൻഡ് മീനിങ് ടു ഹിസ് ലൈഫിൽ, അയാളുടെ ജീവിതത്തിന് ഒരു അർത്ഥം കിട്ടിയതും ഈ കവിത ഇയാളിലേക്ക് വന്നതിന് ശേഷമാണെന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ ഒഴിവാക്കുക ചെയ്യരുത്, കംപ്ലീറ്റ് ഇതേമാതിരിയാണ് പഠിക്കണം. സെക്കൻഡ് പാരഗ്രാഫ് ഒക്കെ മക്കളെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വരികളുടെ മീനിങ് ഒക്കെയാണ്. നിങ്ങൾ എന്നാച്ചാൽ വേണമെങ്കിൽ എഴുതിക്കോളി. ആദ്യത്തെ 1-2 സെന്റൻസുകൾ നമ്മൾ പറഞ്ഞ മാതിരി വേണമെങ്കിൽ കോപ്പി അടിച്ചോളി, ബാക്കിയൊക്കെ നിങ്ങൾ എന്തെങ്കിലും എഴുതിക്കോളി. ഇനി നിങ്ങൾക്ക് മൊത്തം പഠിക്കാൻ പറ്റുമെങ്കിൽ മൊത്തം പഠിച്ചോളിട്ടോ, അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക്
എന്ത് ചെയ്യാം, അടുത്ത പാരഗ്രാഫിൽ കിടക്കാം. നോക്ക് മക്കളെ, രണ്ടാമത്തെ പാരഗ്രാഫ് ഇങ്ങനെ തുടങ്ങുന്നത്. ദ പോയിന്റ് ഫീൽസ് ദാറ്റ് സംതിങ് ഹാസ് സ്റ്റാർട്ടഡ് ഇൻ ഹിസ് സോൾ ലൈക്ക് എ ഫീവർ ഓർ ഹി മെയ്ഡ് ഹിസ് ഓൺ വേ ഡീസൈഫറിംഗ് ദ ഫയർ ഓഫ് പോയട്രി. അല്ലേ? അപ്പൊ അയാൾ പറയാണ് ഈ കവിത തന്നിലേക്ക് വന്ന സമയത്ത് സംതിങ് ഹാസ് സ്റ്റാർട്ടഡ് ഇൻ ഹിസ് മൈൻഡ്. അല്ലേ? സോൾ എന്ന് പറഞ്ഞാൽ ആത്മാവ്, മനസ്സ് എന്നൊക്കെ പറയില്ലേ, ആത്മാവേ ഓ, അങ്ങനല്ലേ? അപ്പൊ എന്താണ്, ഈ കവിത ഇയാളുടെ ഉള്ളിലേക്ക് വന്ന സമയത്ത് ഇയാളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ഇക്കിളില്ലേ, റൊമാൻറ്റിഫിക്കേഷൻ. അപ്പോൾ എന്തോ ഇയാളുടെ ഉള്ളിൽ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. അതൊരു പനിയാണോ, അതല്ലെങ്കിൽ ഫോർഗോട്ടൺ വിങ്സ്, അയാൾ എവിടെയെങ്കിലും മറന്നു വെച്ച ചിറകുകളിലെ സർഗാത്മകതയുടെ ചിറകുകളാണോ എന്നൊന്നും ഇയാൾക്കറിയില്ല. എന്തോ ഇയാളുടെ ഉള്ളിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് ഇയാൾക്ക് ഫീൽ ചെയ്യാണ്. അവസാനം എന്ത് ചെയ്തു, ഹി മേഡ് ഇറ്റ്സ് ഓൺ വേ. അയാൾ എന്ത് ചെയ്തു, ഹി സ്റ്റാർട്ടഡ് ടു റൈറ്റ്. അല്ലേ? കുറെ ദിവസം ഇങ്ങനെ തേരാപ്പാരി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ തെണ്ടി കിടന്നു. പിന്നെ ഇയാൾ എന്ത് ചെയ്യാൻ തുടങ്ങി, അയാൾ അങ്ങോട്ട് എഴുതാൻ തുടങ്ങി എന്നാ പറഞ്ഞത്. അതാണ് ഹി മേഡ് ഇറ്റ്സ് ഓൺ വേ എന്ന് പറഞ്ഞത്. എങ്ങനെ ഡീസൈഫറിങ് എന്നാ പറഞ്ഞത്. ഡീസൈഫർ ചെയ്യാറുണ്ട് എന്താണ്, നമുക്ക് അറിയാത്ത ഒരു കോഡ് പൊളിക്കുന്നതിലാണ് നമ്മൾ ഡീസൈഫർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിച്ച വെച്ചാൽ ഇയാളുടെ മനസ്സിൽ ഇങ്ങനെ എന്തൊക്കെയോ ആശയങ്ങൾ ഇങ്ങനെ തികഞ്ഞ് കെട്ടിക്കിടക്കാണ്. അവസാനം അയാൾ തോന്നി മാറി എന്ത് ചെയ്യാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങി എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അയാളുടെ ഉള്ളിലുള്ള ആ കവിതയുടെ ആ ഫയർ അയാൾ അങ്ങോട്ട് പുറത്തെടുക്കാൻ തുടങ്ങി. ദെൻ ഹി റോട്ട് ഹിസ് ഫസ്റ്റ് ഫെയിൻഡ് സബ്സ്റ്റാൻസ് ഫ്രീ ലൈൻ. അപ്പോൾ അങ്ങനെ അയാൾ ആദ്യത്തെ വരി എഴുതി. ആ വരി എങ്ങനെയാണെന്ന് പറഞ്ഞത്, ഇറ്റ് ഈസ് ഫെയിൻഡ്, നോട്ട് ക്ലിയർ, വ്യക്തമായിരുന്നില്ല, ആർക്കും മനസ്സിലാവാത്തൊരു വരി. ഓക്കെ, അയാൾക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂന്നുണ്ട്. ദെൻ എന്താണ് സബ്സ്റ്റാൻസ് ഫ്രീ എന്നാ പറഞ്ഞത്, എന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധം, ഒരു എന്താണ് സബ്സ്റ്റാൻസും ഇല്ലാത്ത, ഒരു തീമും ഇല്ലാത്ത, ഒരു അർത്ഥം ഇല്ലാത്ത, ഒരു കുന്ത, എന്തോ ഒരു തേങ്ങയാണ് ഇയാൾ എഴുതിയത്. ഇയാൾക്ക് എന്താ അറിയില്ല ഇയാൾ എന്താ എഴുതിയെന്ന്. എന്താണ് സഡൻലി, പെട്ടെന്ന് ദ ഹെവൻസ് ഓപ്പൺഡ് ബിഫോർ ഹിം, പെട്ടെന്ന് ഇയാൾക്ക് മുന്നിൽ സ്വർഗ്ഗങ്ങൾ തുറക്കപ്പെട്ടു. എന്താ ഉദ്ദേശം അറിയോ, ഹി ബിക്കേം എ മെച്യൂർഡ് പോയറ്റ്. അല്ലേ? അപ്പൊ ആദ്യമൊക്കെ കവിത എഴുതിയ സമയത്ത് ഇയാൾക്ക് തന്നെ മനസ്സിലാവാത്ത, ആർക്കും മനസ്സിലാവാത്ത എന്തൊക്കെയോ വരികളാണ് ഇയാൾ എഴുതിയത്. ഇയാൾ തന്നെ പറയുന്നുണ്ട് ഇറ്റ് വാസ് എന്താ അട്ടർലി നോൺസെൻസ്. അല്ലേ? ശുദ്ധ അസംബന്ധമായിരുന്നു ഞാൻ ആദ്യമൊക്കെ എഴുതിയ വരികൾ. പക്ഷെ പിന്നെ എന്ത് ചെയ്തു, ഹി ബിക്കേം എ മെച്യൂർഡ് പോയറ്റ്. അല്ലേ? അയാൾ ഭയങ്കര മെച്യൂരിറ്റി ഉള്ള, ഭയങ്കര ഒരു എന്താണ് പക്വതയാർജിച്ച ഒരു കവിയായിട്ട് മാറി. ആ സമയത്ത് ഹെവൻസ് അൺഫാസ്റ്റൻഡ് ബിഫോർ ഹിം, ഹെവൻസ് ഓപ്പൺഡ്. അല്ലേ? അതായത് സ്വർഗ്ഗങ്ങൾ ഇയാൾക്ക് മുന്നിൽ തുറക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ ഇയാൾക്ക് ഈ ലോകത്തുള്ള സകല അറിവുകളെ കുറിച്ചും എന്തായ ഒരു ധാരണയായി. ഇയാൾ ഭയങ്കര ബുദ്ധിജീവിയായി മാറി. ഇയാൾ എല്ലാത്തിനെ കുറിച്ചും കവിതകൾ എഴുതാൻ തുടങ്ങി എന്നാണ് അർത്ഥം. അല്ലേ? ആൻഡ് ഹി കുഡ് സീ എവറിത്തിങ് ഇൻ ദ പ്ലാനറ്റ്സ് ലൈക്ക് ദ ഷാഡോസ്, ഫയർ, ആരോസ് ആൻഡ് ഫ്ലവേഴ്സ് എറ്റ്സെട്ര. ഈ ഭൂമിയിലെ സകല ബിംബങ്ങളെ കുറിച്ചും, അതായത് ഫയർസ്, ഷാഡോസ്, ഫ്ലവേഴ്സ്, ഇങ്ങനെ എല്ലാ തീമുകളെ കുറിച്ചും ഇയാൾക്ക് അറിവുകൾ കിട്ടി. എല്ലാത്തിനെ കുറിച്ചും ഇയാൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കവിതകൾ എഴുതാൻ തുടങ്ങി. എല്ലാ സബ്ജക്റ്റുകളെ കുറിച്ചും, യുദ്ധത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഒക്കെ ഇയാൾ എഴുതാൻ തുടങ്ങിയെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതെന്താ, ഇറ്റ് മീൻസ് ദാറ്റ് ബൈ ദ അറൈവൽ ഓഫ് പോയറ്റിക് ഇൻസ്പിറേഷൻ ഹിസ് ഇമാജിനേഷൻ ബിക്കം ബൗണ്ട്ലെസ്. അല്ലേ? അപ്പൊ എന്താ പറഞ്ഞത്, കവിത ഇയാളിലേക്ക് കടന്നു വന്നതോട് കൂടിയിട്ട് ഇയാളുടെ ഇമാജിനേഷൻ, ഇയാളുടെ ഭാവന എന്തായെന്നാ പറഞ്ഞത്, ഇറ്റ് ബിക്കെയിം ബൗണ്ട്ലെസ്. അതായത് ബൗണ്ട്ലെസ് എന്നാൽ അത് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ അതിർത്തിയല്ലേ, അതിരുകളില്ലാത്തതായിട്ട് മാറി. അപ്പം ഇയാൾക്ക് ഈ സ്വർഗം മുതൽ പാതാളം മുതൽ എല്ലായിടത്തും ഇയാളുടെ ചിന്തകളെത്തി. കവികൾ അങ്ങനെയാണല്ലേ, ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഭ്രാന്തമായി സഞ്ചരിക്കുന്നവരാണല്ലോ കവികളിലെ പിന്നെ വരില്ലേ. അപ്പൊ എന്തായാലും അതേമാതിരി എന്താണ്, ഇയാളിങ്ങനെ ഭ്രാന്തമായി അലയുകയാണ് നക്ഷത്രങ്ങളിലേക്കും അതേപോലെ തന്നെ എന്താണ് പാതാളങ്ങളിലേക്കും ഒക്കെ ഇയാൾ സഞ്ചരിക്കാൻ തുടങ്ങി. എല്ലാത്തിനെ കുറിച്ചും ഇയാൾ കവിതകൾ എഴുതാൻ തുടങ്ങി എന്നാണ് ഉദ്ദേശിച്ചത്. അല്ലേ? Then, although he was a tiny being, by the touch of the poetry he was elevated to the world of ecstasy, felt of himself a pure part of the abyss and was set free to the wheel with the stars. അപ്പോൾ ഇയാൾ പറയണത്, ഞാനൊരു ടൈനി ബീങ്, ഇൻഫിനിറ്റിമിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ, വെരി ടൈനി, വളരെ ചെറുതാണെന്ന്. അല്ലേ? അപ്പോൾ ഇയാൾ സമ്മതിക്കുകയാണെന്ത്, ഞാൻ വളരെ ചെറിയൊരു നിസ്സാരനായ ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ മനുഷ്യനാണ്. അല്ലേ? ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്. പക്ഷേ ബൈ ദ ടച്ച് ഓഫ് പോയട്രി, പക്ഷേ ഈ കവിത എന്നിലേക്ക് വന്നതോടെ, കവിത എന്നെ തൊട്ടതോടെ, അല്ലേ? കവിത എന്നെ തൊട്ടെന്ന് പറഞ്ഞാൽ എന്നെ തൊട്ടേ എന്ന് പറഞ്ഞില്ല, ഇയാൾ ഒരു കവിയായി മാറിയതോടെ ഹി വാസ് എലിവേറ്റഡ്. എലിവേറ്റ് ചെയ്യാൻ മക്കളെ ഉയർത്തുക. അല്ലേ? അയാൾ ഉയർത്തപ്പെട്ടു എന്നാ പറഞ്ഞത്. ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ അയാൾ ഒരു മഹാനായിട്ട് മാറി. എവിടേക്കാ ഉയർത്തപ്പെട്ടത്? ടു ദ വേൾഡ് ഓഫ് എക്സ്റ്റസി, അനന്തതയിലേക്ക്, ഈ ഒരു ഉന്നതമായ ലോകത്തേക്ക് അയാൾ ഉയർത്തപ്പെട്ടു. അവിടെ എവിടേക്കാണ്? ഹി ഫെൽറ്റ് ഹിംസെൽഫ്, അയാൾക്ക് തന്നെ അനുഭവപ്പെടുകയാണെന്ത്, ഹി ബിക്കേം എ പ്യുവർ പാർട്ട് ഓഫ് ദ അബീസ്. അബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതാളല്ലേ, ഭൂമിയുടെ ഏറ്റവും അടിത്തട്ട്. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും അടിത്തട്ട് ആ പാതാളത്തിന്റെ ഒരു ഭാഗമായിട്ടും, അതേപോലെ തന്നെ എന്താ, ആൻഡ് സെറ്റ് ഫ്രീ ടു വീൽ വിത്ത് ദ സ്റ്റാർസ്, നക്ഷത്രങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നതായിട്ടൊക്കെ അയാൾക്ക് തോന്നുകയാണ്. അപ്പം ആകാശവും പാതാളവും ഭൂമിയൊക്കെ കീഴടക്കിയ ഒരാളായിട്ട് അയാൾക്ക് ഇങ്ങനെ തോന്നുകയാണ്. അല്ലേ? ദെൻ ഇയാൾ ഭയങ്കര സംഭവനാണല്ലോ. ഹി ഡിസ്ക്രൈബ്സ് ടു ദ വേൾഡ് ഓഫ് എക്സ്പീരിയൻസ് ആസ് ഹിസ് ഹാർട്ട് ബ്രേക്കിംഗ് ലൂസ് ഓൺ ദ വിൻഡ്. കാറ്റിലിങ്ങനെ ഹൃദയമൊക്കെ ലൂസായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന ഇയാൾ ശരിക്കും കഞ്ചാവാട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുന്നതായിട്ടൊക്കെ അയാൾക്ക് തോന്നുകയാണെന്നാണ് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞ കവിത അയാളെ വേറൊരു ലെവലിലേക്ക് എത്തിച്ചു എന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അല്ലേ? ഇനി നമുക്ക് കവിതയുടെ ലാസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ പറയുന്ന കവിതയുടെ എന്താണ് തീമുകൾ, ഈ പറഞ്ഞിട്ടുള്ള എന്താണ് പോയറ്റിക് ഡിവൈസുകളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ പഠിച്ചേക്കുന്നത് നല്ലതാണ്. ഇതിൽ വേണമെങ്കിൽ ഒന്നോ രണ്ടോ സെന്റൻസുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കിക്കോളൂ. പക്ഷേ കഴിയുന്നതും ഇത് മൊത്തമായിട്ട് പഠിക്കുക. ലാസ്റ്റ് പാരഗ്രാഫും ഫസ്റ്റ് പാരഗ്രാഫും എന്തായാലും പഠിക്കുക. അതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വെച്ചെടുത്തോളൂ. ഓക്കെ. ദ പോയറ്റ് റോട്ട് ദ പോയം ഇൻ ഫ്രീ വേഴ്സ് സ്റ്റൈൽ. നേരത്തെ നമ്മൾ ബല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ പഠിച്ചപ്പോൾ നമ്മൾ
പറഞ്ഞിരുന്നു. അതിലൊരു കൃത്യമായ റൈം സ്കീം ഉണ്ടായിരുന്നു. ABCB എന്ന് പറഞ്ഞ റൈം പാറ്റേൺ ഉണ്ടായിരുന്നു. ഒരു ക്വാർട്ടറൻസിലെ 4 വരികളോട് കൂടിയിട്ടുള്ള സ്റ്റാൻസുകളായിട്ടായിരുന്നു ആ കവിത തയ്യാറാക്കിയെന്നൊക്കെ. എന്നാൽ ഇവിടെ പറയുന്നു ഫ്രീ വേഴ്സ് സ്റ്റൈലാണ്. ഫ്രീ വേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു റൈം സ്കീമും ഇല്ല, ഒരു തേങ്ങയില്ല, എന്താ ഒരു ഓർഡറും ഇല്ല. അത് തോന്നിയ മാതിരി ഇതാ. ഇയാൾക്ക് ഭ്രാന്തായിരുന്നല്ലോ അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്താ ഇയാളിങ്ങനെ തോന്നിയ മാതിരി കവിത എഴുതിയത്, അല്ലെങ്കിൽ ഇയാളിങ്ങനെ തന്നെ ഉണ്ട്. എന്താ ഇറ്റ്സ് ടോൺ ഈസ് പാഷൻ ഓർ എക്സ്റ്റേസി. അപ്പൊ ഈ കവിതയുടെ ടോൺ എന്ന് പറഞ്ഞാൽ പാഷൻ, കവിതയോടുള്ള അടങ്ങാത്ത ഭ്രാന്ത് അല്ലേ, മതിഭ്രമമായിരുന്നു, ഒരു വികാരമായിരുന്നു. അതേപോലെ തന്നെ എന്താ എക്സ്റ്റേസി, ഒരു പരമാനന്ദമാണ് ഇതിലൂടെ കാണിക്കുന്നത് അല്ലേ. ഇയാളുടെ ഭയങ്കര സന്തോഷമാണ്. എന്താ the lines in the poetry arrived in search of the poet and touched him, give a clear picture of the personification. അപ്പൊ ഈ കവിതയിൽ പറയുന്നുണ്ട് എന്താണ്, poetry arrived in search of me. അതേപോലെ തന്നെ പറയുന്നുണ്ട് it touched me അല്ലേ, അതായത് കവിത എന്നെ തൊട്ടു, കവിത എന്നെ അന്വേഷിച്ചു വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ വാക്കുകളൊക്കെ നമുക്ക് അർത്ഥമാക്കി തരുന്ന എന്താ, പേഴ്സോണിഫിക്കേഷൻ അല്ലേ. കവിതയെ എന്താക്കി കാണിക്കുകയാണ്, ഒരു മനുഷ്യനായി ചിത്രീകരിക്കുകയാണ് അല്ലേ. ഇതിനെന്താണ് the words winter and river makes contrasting idea. ഈ കോൺട്രാസ്റ്റിംഗ് ഐഡിയ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, രണ്ട് വ്യത്യസ്തമായ സ്വഭാവമുള്ള സാധനങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നതിന് നമ്മൾ കോൺട്രാസ്റ്റിംഗ് ഐഡിയ എന്ന് പറയാം. ആ വൈരുദ്ധ്യാത്മകത നമുക്ക് ഇവിടെ വിന്ററും റിവറും തമ്മിൽ കാണാം. വിന്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മൂവ്മെന്റ് ഇല്ലാതെ ചാത്ത് കിടക്കുന്ന സീസണാണ് അല്ലേ. നമ്മളവിടുത്തെ വിന്ററിന്റെ കാര്യമല്ല. നമുക്ക് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയാൽ വിന്റർ സീസണിൽ ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ തന്നെ മടിയായിരിക്കും. ഫുള്ള് മഞ്ഞ് മൂടിയിട്ട് ചെടികളൊന്നും വളരൂല, ആർക്കും ഭക്ഷണം കിട്ടാത്ത ഒരു ദാരിദ്ര്യം പിടിച്ച ടൈമായിരിക്കും വിന്റർ. എന്നാൽ റിവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര ആക്റ്റീവായ ഒരു സ്ഥലമാണ് റിവറിലെ നദി, എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഫുൾ ടൈം ആക്റ്റീവാണ് നദി അല്ലേ. അപ്പോൾ ഈ വിന്റർ റിവറും തമ്മിൽ എന്താ പറയുക, അരുവി മത്തിക്കറി മാറി അങ്ങോട്ട് ചേരൂലല്ലേ. പിന്നെ അരുവി മത്തിക്കറി ഒരുമിച്ച് കഴിക്കുന്ന ചങ്ങൈമാരൊക്കെ ഉണ്ട്, അത് വേറെ കഥ. അപ്പൊ എന്തായാലും ഈ വിന്റർ റിവർ പോലുള്ള കുറെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺട്രാസ്റ്റിംഗ് ഐഡിയാസും അദ്ദേഹം ഈ കവിതയിൽ പറയുന്നുണ്ട്. ഇതിനെന്താണ് അപ്ലിക്കേഷൻ ഓഫ് അലിട്രേഷൻ ക്യാൻ ബി സീൻ ഇൻ ദ ലൈൻസ്. നമുക്ക് കവിതകളിൽ എന്ത് കാണുന്നുണ്ട്, അലിട്രേഷന്റെ അപ്ലിക്കേഷനും കാണുന്നുണ്ട്. അലിട്രേഷൻ എക്സാമ്പിൾ എന്തൊക്കെ പറഞ്ഞത്, സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ. അപ്പം കണ്ടോ സാ 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 അല്ലേ. അപ്പോൾ 3 സ്ഥലത്ത് എന്തുണ്ട്, സാ 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 എന്ന് റിപ്പീറ്റ് ചെയ്തണ്ടില്ലേ. അപ്പോൾ അത് അലിട്രേഷൻ എക്സാമ്പിൾ ആണ്. ഈ അലിട്രേഷൻ ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അടിയിൽ അണ്ടർലൈൻ ചെയ്തായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന വാക്കുകൾക്ക്. അപ്പോൾ എന്താ ഫീവർ ഓർ ഫോർഗോട്ടൺ വിങ്സ്. അപ്പോൾ അതിൽ ഫ ഫ അല്ലേ, നമ്മുടെ ഫഹദ് വാസിൽ ഓർത്താൽ മതി. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇതിനടുത്ത് എന്താ, ആൻഡ് പ്ലാനറ്റ്സ് പൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻസ്. അപ്പോൾ ഈ 3 വാക്കിൽ എന്താ, പാപ്പാ കൽത്തെ ഹേ ബഡനാം കരേഗാ പാ 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 റിപ്പീറ്റ് ചെയ്യുന്നില്ലേ. പിന്നെന്താണ്, ദ ഫ്രേസസ് ലൈക്ക് ഫ്ലവേഴ്സ്, വയലന്റ് ഫയലേഴ്സ്, ദ ബ്രാഞ്ചസ് ഓഫ് നൈറ്റ്, ദ ഹെവൻ, വിങ്സ്, പ്ലാനറ്റ്സ്, പൽപിറ്റേഷൻസ് ആർ പ്ലാന്റേഷൻസ് ആർ പെർഫെക്റ്റ് എക്സാമ്പിൾസ് ഓഫ് വിഷ്വൽ ഇമേജസ്. ഇത് മൊത്തമായിട്ട് എഴുതണമെന്നില്ല, ഏതെങ്കിലും 1-2 എക്സാമ്പിൾ കൊടുത്തിട്ട് ഇതൊക്കെ എന്താണ് വിഷ്വൽ ഇമേജസ് അല്ലേ. കാരണം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചിത്രങ്ങൾ വരുന്നില്ലേ. ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ മനോഹരമായ പൂക്കളുടെ ചിത്രങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. വയലന്റ് ഫയേഴ്സ് എന്ന് പറയുമ്പോൾ ആളിക്കത്തുന്ന തീ മനസ്സിലേക്ക് വരുന്നുണ്ട്. ആൻഡ് ബ്രാഞ്ചസ് ഓഫ് നൈറ്റ് എന്ന് പറയുമ്പോൾ രാത്രിയുടെ ചിത്രം വരുന്നുണ്ട്. ആൻഡ് എന്താണ്, ഹെവൻ, സ്വർഗ്ഗങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ സ്വർഗ്ഗം കണ്ടു നിങ്ങളൊക്കെ നരകത്തിലേ പോകുള്ളൂ, ഞാനൊക്കെ സ്വർഗത്ത് പോകണല്ലേ, വെറുതെ പറഞ്ഞോ. പിന്നെ അതെന്താ, വിങ്സ്, പ്ലാനറ്റ്സ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒക്കെ നമ്മുടെ ഒരു വിഷ്വൽ ഇമേജറിയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2-3 നിങ്ങൾ പറയാം. ഓക്കെ, അപ്പം മക്കളെ ഇത്രയേ ഉള്ളൂ കവിത. വളരെ കുറച്ചല്ലേ ഉള്ളൂ അല്ലേ. ബാക്കി നിങ്ങൾ കുറച്ചൊക്കെ കൂട്ടി കുഴച്ചാണ്ട് കുറച്ച് വിഴുങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉഷാറായിട്ട് കഴിയും. എന്തായാലും ഒരു പുറമോ അല്ലെങ്കിൽ ഒരു മുക്കാ പുറമോ ആക്കിയിട്ട് നിങ്ങൾ മാറ്റി അത്രയെങ്കിലും എഴുതണം, എന്നാലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പം മക്കളെ ബാക്കി നമുക്ക് പരീക്ഷാകുമ്പോഴത്തേന് എന്ന് പറയില്ല, ഇനി കുറച്ച് മണിക്കൂറുകളെ ബാക്കിയുള്ളല്ലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് തരാവുന്ന മാക്സിമം നമ്മൾ തരും. എന്തായാലും പഠിക്കേണ്ട SLC പരീക്ഷ നമ്മൾ ഫുള്ള് തന്നിരിക്കട്ടോ, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ കട്ടക്ക് കൂടെ കേട്ടോ, അതാണല്ലോ ഒരു ശരിയില്ല, ഒരു പാലട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവരും വാട്സപ്പിലൊക്കെ ഒന്ന് ലിങ്കൊക്കെ ഒന്ന് സ്റ്റാറ്റസ് വെച്ച് ഒന്ന് ഉഷാറാക്കി കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കി കഴിഞ്ഞാൽ നമുക്ക് 500, 1000, 1,000,000 ഒക്കെ അടിക്കാം. ഓക്കെ, അപ്പം എന്നാൽ പിന്നെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.